ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണി ചായയുടെയൊക്കെ കൂടെ ചായയൊക്കെ ആക്കി വരുന്ന ആ സമയം കൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടാണ്. ഒരു പഴംപൊരിയുടെ ഒക്കെ ആ ഒരു ടച്ച് വരുന്ന വേറൊരു ഐറ്റമാണ്. അപ്പോൾ ഒന്ന് കണ്ടുനോക്ക്, ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, നമ്മൾ സാധാരണ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ഇത്തിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ഒരു നുള്ളു അതുകൂടി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പൊങ്ങി കിട്ടാൻ കുറച്ച് കൂടുതൽ സമയം മാവൊക്കെ ആക്കി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇനി മധുരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് മിക്സ് ആക്കി നോക്കിയിട്ട് പാകത്തിന്, അത്യാവശ്യം 1/4 കപ്പ് എന്തായാലും വേണ്ടി വരും. അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് പിന്നെ പാകത്തിന് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ പഴംപൊരിക്കൊക്കെ ആക്കുന്ന അതേ കട്ടിയിലാണ് ആക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളമൊക്കെ മതിയാവും കേട്ടോ, നോക്കിയിട്ട് എടുത്താൽ മതി. അതുപോലെ തന്നെ മാവിനൊരു മഞ്ഞ കളർ വേണമെങ്കിൽ ഇത്തിരി കളർ, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മതിയാവും കേട്ടോ വീട്ടിലൊക്കെ ആവുന്ന സമയത്ത്. എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഒരുപാട് ലൂസായി പോകണ്ട, കാരണം നമ്മൾ ബിസ്ക്കറ്റ് ഇങ്ങനെ മുക്കിയെടുക്കുന്ന സമയത്ത് മാവ് അതിൽ പിടിച്ചിരിക്കണം. കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ അത്രയ്ക്ക് പോരാ. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല. സമയം ഉണ്ടെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, പഴംപൊരിയൊക്കെ പോലെ തന്നെ. ഇനിയിപ്പോൾ ഇതിലേക്കായിട്ട് നമുക്ക് ബിസ്ക്കറ്റാണ് വേണ്ടത്. ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറിലുള്ള വേണം എടുക്കാം. ഞാനിപ്പോൾ ഗുഡയുടെ കുറച്ച് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 10-13 ചുട്ടെടുക്കാനുള്ള മാവ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് ഈ മാവിൽ നമ്മൾ പഴമൊക്കെ മുക്കുന്ന പോലെ തന്നെ ഒന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ മാവ് മുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കണം കേട്ടോ, കാരണം ആ ഒരു ബിസ്ക്കറ്റിൽ ഇങ്ങനെ കവർ ഈ ഒരു കട്ടി ഉണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. എന്നിട്ട് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു ഭാഗം ആവുന്ന സമയത്തൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ പോലെ ആ ഒരു സമയം തന്നെ ആവുള്ളൂ കേട്ടോ, കൂടുതൽ സമയമൊന്നും വേണ്ടി വരില്ല. മാവൊന്ന് വെന്ത് കിട്ടിയാൽ മതിയല്ലോ. അങ്ങനെ ഇതുപോലെ 2 ഭാഗമൊക്കെ നല്ല ഉഷാറായിട്ട് ഗോൾഡൻ കളറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം ഈ സമയത്ത് ഞാൻ ബാക്കിയുള്ള മാവിലേക്ക് 1 ടീസ്പൂൺ റവ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാവിൽ നമ്മൾ മാവ് കുഴക്കുന്ന സമയത്ത് 2 ടീസ്പൂൺ, ചെറിയ സ്പൂണ്, കൂടുതൽ വേണ്ട, റവ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി തോന്നുന്നുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് കാണുന്ന സമയത്ത് പിന്നെ കഴിക്കാനും മൊത്തത്തിൽ, അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാവ് ഒരിത്തിരി ബാക്കിയുണ്ട്, ഒരിത്തിരി ബിസ്ക്കറ്റൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരായിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ റവ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക, നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അപ്പം പറഞ്ഞതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ആയിട്ടാണ്. ഇതുവരെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്